ലോകത്ത് ഒരു പിതാവിനും വിനുവിൻ്റെ തന്ത ജോണിൻ്റെ അവസ്ഥ വരുത്തരുതേ. എന്താണ് അങ്ങനെ പറഞ്ഞതെന്നല്ലേ? ഒരു പുത്രന് ജന്മം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ നാട്ടുകാരെ കൊണ്ട് ഈ രീതിയിൽ അനുസ്മരിക്കുന്ന മറ്റൊരു മകൻ നമ്മുടെ നാട്ടിൽ ജനിച്ചു കാണില്ല. പ്രത്യേകിച്ച് മുതലാളി അടിമയായിട്ട് മുതലാളി ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയെല്ലാം ഒരു ഫാൻസി ഡോഗായിട്ട് കുരയ്ക്കാൻ നടക്കുന്ന മകൻ. ആ മകൻ മുതലാളിക്ക് പണമുണ്ടാക്കാൻ നടത്തുന്ന കുരച്ചിലിന് മുഴുവൻ പഴി കേൾക്കുകയും മുഴുവൻ തെറി കേൾക്കേണ്ടി വരുന്ന ഒരു പിതാവ് കേരളത്തിൽ വേറൊന്നുണ്ടാകില്ല എന്ന് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏഷ്യാനെറ്റിൽ നടത്താൻ പോകുന്ന ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മുതലാളിയുടെ ഉറ്റ അനുയായിയായിട്ടുള്ള ആളെ ന്യായീകരിക്കുക, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ ആക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. വീണത് ആര് എന്നാണ് ന്യൂസ് അവറിലെ ചർച്ച എന്ന രീതിയിൽ ചോദ്യമായി ഉന്നയിച്ചത്. ശിവനെ, അതിൻ്റെ കമൻ്റ് കയറി വായിച്ച ജോൺ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമെങ്കിൽ ആദ്യം വന്നൊരു കവളിമടലെടുത്ത് വിനുവിൻ്റെ മണ്ട അടിച്ച് കീറുന്ന അവസ്ഥ ഉണ്ടായത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വീണതാര് എന്ന ചോദ്യത്തിന് നിൻ്റെ തന്ത എന്നുള്ളതാണ് ഒരു കമൻറ്റ്. ഇത് ഒരു കമൻ്റ് അല്ല, ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ തന്തയ്ക്ക് വിളിയിൽ ഇങ്ങനെ നിറയുമ്പോൾ അത് വായിച്ച് കോൾമയർ കൊണ്ട് ഒരു മകന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ഒരു പിതാവ് കല്ലറയ്ക്കുള്ളിൽ എരിഞ്ഞെരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അതിൽ എത്ര തന്തയ്ക്ക് വിളിയുണ്ടെന്ന് നോക്കിയേ. ഒന്ന് രണ്ടെണ്ണം നമുക്ക് സാമ്പിളായിട്ട് വിനു വി ജോണിനെ ഒന്ന് കോരിത്തരിപ്പിക്കാൻ വേണ്ടി വായിച്ച് കേൾപ്പിക്കാം. വീണത് നിൻ്റെ അപ്പൻ ഒരാളുടെ കമൻ്റാണ്. മറ്റൊരാൾ പറയുന്നു, വീണത് ജോണേട്ടൻ, വീണ സമയം നിൻ്റെ തലവെട്ടം കണ്ടപ്പോൾ മുതൽ. മറ്റൊരു കമൻറ്റ് സുലൈമാൻ, നിൻ്റെ തന്ത. ജോൺ എന്ന വാഴ, നിൻ്റെ കെട്ടിയോൾ. വീണത് ജോൺ, നിൻ്റെ തന്ത. ഇങ്ങനെ പോകുന്നു ആ കമൻറ്റിൻ്റെ നീണ്ട നിര. എങ്ങനെ സാധിക്കുന്നിടെ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയില്ല. കാര്യം ഒരു ചോദ്യത്തിലൂടെ സ്വന്തം പിതാവിനെ അനുസ്മരിക്കാൻ വേണ്ടി ഇത്രയും വലിയ അവസരം കൊടുത്തിട്ട് നാട്ടുകാരെ കൊണ്ടെല്ലാം ജന്മം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ഇങ്ങനെ പുലഭ്യം പറയിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ മകൻ ആര് എന്ന പുരസ്കാരം ഏഷ്യാനെറ്റ് അടുത്ത വർഷം ജോണിൻ്റെ മകന് തന്നെ കൊടുക്കണം. കാര്യം ഇത്രമാത്രം ഒരു പിതാവിന് കല്ലറയിൽ കിടന്ന് തുമ്മേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരാൾ മറുനാടൻ മറുതയാണ്. അത് സ്കറിയെ എങ്ങനെയാണോ കല്ലറയ്ക്കകത്തിട്ട് തുമ്മിക്കുന്നത് അതിൻ്റെ ഡബിൾ വേവ് ലെങ്തിലാണ് ഓരോരോ ക്യാപ്ഷനിലൂടെ നാട്ടുകാരെ കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ പുത്രൻ എന്ന ലേബലിലിരുത്തി ഇങ്ങനെ തന്തയ്ക്ക് വിളിപ്പിക്കുന്നത്. ഇപ്പോൾ കല്ലറയിൽ കിടന്ന് ജോൺ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അന്ന് അങ്ങ് തിരിഞ്ഞ് കിടന്നാൽ മതിയായിരുന്നു, വല്ല കാര്യം എനിക്കുണ്ടായിരുന്നു എന്ന്. അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ നാടിന് എത്ര സമാധാനം കിട്ടിയേനെ. സ്വന്തം വീട്ടിൽ പച്ചരി വാങ്ങിക്കാൻ വേണ്ടി, നാട്ടുകാരെ പുലഭ്യം പറയാൻ വേണ്ടി, മുതലാളിക്ക് വേണ്ടി ഒരു പോമറേനിയനായിട്ട് നാട് നീളെ നടന്ന് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കുക, അതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കുന്നവർക്കെതിരെയെല്ലാം മുതലാളി പണം തരുന്നു എന്ന ഒറ്റ കാര്യത്തിനാൽ എൻ്റെ വീട്ടിലെ പച്ചരി അല്ലെങ്കിൽ അടുപ്പ് പുകയണമെന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കുമ്പോൾ മുതലാളിയിൽ നിന്ന് വൈകിട്ട് ഒരു എല്ലിൻ കഷ്ണം കൂടി കൂടുതൽ കിട്ടുമെന്നതിനപ്പുറം സൃഷ്ടിച്ച പിതാവിനെയും വീട്ടിലിരിക്കുന്നവരെയെല്ലാം വാഴയെന്നും വെടലയെന്നും മാരണമെന്നൊക്കെ വിളിപ്പിക്കാനും ഒപ്പം നല്ല കാപ്പൂമ്മ ചേർത്തുള്ള വിളികളൊക്കെ വിളിപ്പിക്കാനായിട്ടുള്ള ആ കഴിവുണ്ടല്ലോ, അംഗീകരിച്ച് കൊടുത്തേ മതിയാവുള്ളൂ. മാധ്യമ പ്രവർത്തന മേഖലയിൽ സ്വന്തം പിതാവിന് ഇത്രമാത്രം മുൾക്കിരീടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ സൽപുത്രൻ എന്നുള്ള ഒരു പുരസ്കാരം വരുന്ന കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ആ ജോണിൻ്റെ മോൻ്റെ മൊട്ട തലയിൽ വെച്ച് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന നാട്ടുകാർ മുഴുവൻ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു SMS പോൾ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും കേരളത്തിൽ ആ ഒരു നേട്ടം എത്തിപ്പിടിക്കില്ല എന്ന് ഉറപ്പാണ്.